കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടുന്നത് അപകട ഭീഷണിയാവുന്നു. സ്റ്റേഷനിൽ ഡംപിംഗ് യാർഡ് ഇല്ലാത്തതിനാലാണ് റോഡരികിൽ വലിയ ലോറികൾ ഉൾപ്പെടെ നിർത്തിയിടേണ്ടി വരുന്നത്. പോലീസിന്റെ പരിശോധനയിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ നിക്ഷേപിക്കാൻ സുരക്ഷിതമായ ഡംപിംഗ് യാർഡ് സൗകര്യമില്ലാത്തതിനാലാണ് കണ്ണപുരം സ്റ്റേഷന് മുന്നിൽ റോഡരികിൽ തന്നെ വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വരുന്നത്. വലിയ ചരക്ക് ലോറികൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ റോഡിന്റെ വളവിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് ഏറെ അപകട ഭീഷണി ഉയർത്തുകയാണ്. രാത്രികാലങ്ങളിലും മറ്റു വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ നടന്നു പോകുന്നത് ഈ റോഡരികിലൂടെ തന്നെയാണ്. വാഹനങ്ങൾ റോഡരികിൽ ഇങ്ങനെ നിർത്തിയിടുന്നതിനാൽ ഇവർക്ക് നടന്നു പോകാനും പ്രയാസമാണ്. ഏറെ ഭീതിയോടെയാണ് കാൽനട യാത്രക്കാർ ഇതിലൂടെ പോകുന്നത്. പോലീസ് സ്റ്റേഷന്റെ രണ്ട് സൈഡിലും ഈ പോലീസുകാർ പിടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ കൊണ്ട് കാൽനട യാത്രക്കാർക്കും അതുപോലെ രണ്ട് ബസ് അങ്ങനെ ഇങ്ങോട്ടും വരുന്ന സൈഡ് കൊടുക്കുമ്പോൾ സ്ഥലമില്ലാത്ത സ്ഥലമാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുൻപാണ്. അവിടെ കംപ്ലീറ്റ് പഴയ വണ്ടി പിടിച്ച വണ്ടി കൊണ്ടിട്ടിട്ട് തീരെ ജനങ്ങൾക്ക് സൗകര്യമില്ല, കാൽനട യാത്രക്കാർക്കുള്ള രണ്ട് വാഹനത്തിൽ ഒന്നിച്ച് പോകാൻ സൗകര്യമില്ല. ഇപ്പോൾ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസമായി ഒരു വലിയ ലോറി, ഒരു നാഷണൽ പെർമിറ്റ് വണ്ടി അവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ആ ഭാഗത്ത് വരും. നിലവിൽ സ്റ്റേഷന് മറുവശത്തായാണ് വർഷങ്ങളായി പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കുന്നത്. ഇത് കാടുമൂടിയ അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇത് ഇവിടെ നിന്നും നീക്കാനുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വാഹന കാൽനട യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.